ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് കുഞ്ഞാറ്റിൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ ഉണ്ട്. ഒരു മാസങ്ങൾക്ക് ശേഷം കുഞ്ഞാറ്റ് അങ്കലവാടി പോകണ്ട, എന്താവോ ഏതാവോ ഒന്നും അറിയില്ല. ഇന്നാണ് പോകാൻ നിൽക്കുന്നത്. രാവിലെ എണിച്ചത് അവൾ വന്നേ ഉള്ളൂ കേട്ടോ. എത്ര ദിവസമായി അങ്കലവാടി പോയിട്ട്? ഒരു മാസം ആവാറായി അല്ലേ? ഇന്ന് പോവോ? സങ്കടം ഉണ്ടോ? ഇല്ലേ? അതെന്താ അങ്കലവാടി പോവാൻ സങ്കടം ഇല്ലാത്ത? അല്ലെങ്കിൽ എപ്പോഴും കരയണല്ലേ? ചെല്ലം മേടിച്ചു തരില്ലേ? നമുക്ക് അങ്കലവാടി പോവാ. ഓക്കെ ഡൺ. ഷോ അങ്ങനത്തെ കുഞ്ഞാറ്റ പല്ല് വയ്ക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. അവളുടെ ബ്രഷ് അവൾ തന്നെ എടുത്തിട്ട് ഈ ചുമരിലൊക്കെ ഉരച്ച് ആകെ വൃത്തികേടാക്കി. ഇനി വേറെ ബ്രഷ് മേടിക്കണം. അപ്പോൾ ഇന്ന് കുഞ്ഞാറ്റ കൈ കൊണ്ട് തേക്കുകയാണ് കേട്ടോ. അപ്പോൾ ബ്രഷ് വേണമെന്നൊക്കെ പറയുകയാണ്. ബ്രഷ് ഇങ്ങനെ ആയിപ്പോയി അങ്ങനെ ആയിപ്പോയി എന്നുള്ള കഥയൊക്കെ പറയുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ തലയിൽ നല്ല എണ്ണ വെച്ച് കുളിപ്പിക്കാൻ കൊണ്ടുപോകാൻ കേട്ടോ. കുറേ ആയി വയ്യാണ്ടായിട്ട് നേരെ എണ്ണ വെച്ച് കൊടുക്കാനൊക്കെ ഭയങ്കര പേടിയാണ്. അപ്പം ഇന്ന് എന്തായാലും ഇപ്പം നല്ല മാറിയത് കൊണ്ട് എന്തായാലും എണ്ണയൊക്കെ എല്ലാം തേച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. കുളിച്ച് സുന്ദരി കുട്ടിയായിട്ടുണ്ട്. തണുക്കുണ്ടോ? അവൾക്ക് ചുടുവെള്ളം ഇഷ്ടമല്ല കേട്ടോ. ചുടുവെള്ളമാണെങ്കിൽ കുളിക്കുകയില്ല. അതാണ് ഈ തണുത്ത വെള്ളത്തിൽ തന്നെ അവൾക്ക് കുളിക്കാൻ പറ്റുള്ളൂ. ഡ്രസ് മാറ്റാ കുളിക്കാനാ? അതന്നെ ഞാൻ കുളിക്കാൻ. ഡ്രസ് മാറ്റാ കഴിക്കാതിരിക്കുകയാണ് കേട്ടോ. കുഞ്ഞാറ്റ എന്തൊക്കെയാണ് തിന്നണ്? അവൾ വേറെ എന്ത് കൊടുത്താലും അങ്ങനെ തോന്നുമ്പോൾ ഇപ്പോൾ അങ്കലവാടി പോണ തിരക്കായതുകൊണ്ട് എന്തായാലും ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കില്ല. ഒരു 2 മണിക്കൂർ പിന്നാലെ നടന്നാലാണ് അവൾ എന്തെങ്കിലും കഴിക്കുക കേട്ടോ. അപ്പോൾ അവൾക്ക് കുറച്ച് പാല് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുട്ടയും നേന്ത്രപ്പഴം പുഴുങ്ങിയത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവൾ കേക്ക് വേണമെന്ന് ഇന്നലെ മുതൽ പറയാൻ തുടങ്ങി കേട്ടോ. അതുകൊണ്ട് ഒരു ചെറിയൊരു കേക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങാറ്റേ വേഗം തിന്നണം കേട്ടോ. ഓക്കെ. ഇങ്ങോട്ട് കുഞ്ഞു ഉടുപ്പൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ കുളിയും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം തന്നെ 10 മണി ആവാറായിട്ടോ. അപ്പോൾ ഒരിക്കലൊക്കെ നടത്തും. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരുങ്ങാൻ. കണ്ണെഴുതാൻ മാത്രം അങ്ങനെ സമ്മതിക്കാറില്ല. എപ്പോഴെങ്കിലൊക്കെ സമ്മതിക്കട്ടോ അവൾക്ക് തോന്നണ സമയത്ത്. പക്ഷെ അവൾക്ക് കുറേ കുത്തിടണം. അതാണ് മെയിൻ സംഭവം. അവൾക്ക് എല്ലാവിടെയും അവൾ പറയുന്ന സ്ഥലത്ത് കുത്തിട്ട് കൊടുക്കണം. അതാണ് ഇവിടെ ഒരു കുത്തിടണം, പിന്നെ കവിളിലൊരു കുത്തിടണം, അതേപോലെ പൊട്ടിടണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളെല്ലാവർക്കും അതിനെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ പൊട്ടൊക്കെ ഇട്ടിട്ട് കാണിച്ചു കൊടുത്തു. ഇങ്ങനെ ചെറുതായിട്ടൊരു കുത്തൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അങ്കലവാടി പോകുമ്പോൾ എല്ലാ കുട്ടികളും പൊട്ടൊക്കെ ഇട്ടിട്ടാണ് വരിക. അവൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി എല്ലാവരും ഹിന്ദു കുട്ടികളാണ്. അപ്പോൾ അവരൊക്കെ പൊട്ടിടണം കണ്ടിട്ടാണ് കേട്ടോ പൊട്ടിടണം പറയുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ആഗ്രഹം കുറച്ച് കൊടുത്തില്ല, കെട്ടുകൊടുത്തു. അതിന് മുടിയൊക്കെ കെട്ടി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഈ ഒരുങ്ങളുടെ ഇടയിൽ ഒരു 100,000 കഥകൾ അവൾക്ക് പറയാനുണ്ടാവും കേട്ടോ. അങ്ങനെയാണ് ഇങ്ങനെയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഓരോ വേദനകൾ. അവൾക്ക് ഓരോ സ്ഥലത്ത് അങ്കലവാടി പോകുമ്പോൾ വേദനിക്കും കേട്ടോ. അയ്യോ പറയുമ്പോൾ അവിടെ വേദനിക്കുന്നു, ഇവിടെ വേദനിക്കുന്നു, പോയി കഴിഞ്ഞാൽ അങ്ങനെയാണ്, പോയി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് എന്നിട്ട് ഓരോ കഥകൾ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെ ഒരിക്കലും ഇതൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഉമ്മച്ചി മാല എന്ന് പറഞ്ഞപ്പോൾ മാല ഇട്ട് കൊടുത്ത്. അങ്കലവാടി പോകുമ്പോൾ അങ്ങനെ എപ്പോഴെങ്കിലൊക്കെ മാല ഇടുകയുള്ളൂ. വന്ന ഉടനെ അയച്ചു വെക്കുകയും വേണം കേട്ടോ. അങ്ങനെ ഒരുങ്ങലൊക്കെ കഴിഞ്ഞു. ഞങ്ങളുടെ കുറച്ച് സ്നേഹപ്രകടനങ്ങളൊക്കെ ഉണ്ട്. കുഞ്ഞാറ്റ ചിണുങ്ങൽ തുടങ്ങി കേട്ടോ. അങ്ങനെ എൻ്റെ കുട്ടി 1 മാസത്തിന് ശേഷം അങ്കലവാടി പോവാണ് അല്ലേ? കരയാൻ പാടില്ലോ. കരയോ? ടീച്ചറെ കാണുമ്പോൾ കരയോ? സത്യം അവളെയും കാട്ടി സങ്കടം എനിക്കാണ് കേട്ടോ. അങ്ങനെ ഇക്കുള്ളതുകൊണ്ട് എനിക്ക് നടക്കാണ്ട് കഴിഞ്ഞു കേട്ടോ. ഒക്കെ ബൈക്കിൽ കൊണ്ടാക്കാന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഞാനും ഇക്കയും വേണം അവൾക്ക് കൊണ്ടാക്കാൻ. അങ്ങനെ കുഞ്ഞാറ്റിനെ കൊണ്ടാക്കി. ഇപ്പോഴൊക്കെ ചിരിക്കുന്നു. ഞാൻ അവിടെ പോയാൽ എന്താ അവസ്ഥ എന്നറിയില്ല. അപ്പോൾ ഇതാണ് കേട്ടോ കുഞ്ഞാറ്റിൻ്റെ അങ്കലവാടി. അത് കൊണ്ടാക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടോ. പക്ഷെ അവൾ കരയോ ഇല്ലേന്ന്. പക്ഷെ കരച്ചിലൊന്നും ഞാൻ കണ്ടില്ല. ഇനിയിപ്പോൾ എന്താണ് അവൾ ടീച്ചറിനെ കാണുമ്പോൾ കരയുമെന്ന് അറിയില്ല കേട്ടോ. അവിടെ നല്ല രീതിയിലൊക്കെ കുട്ടികളുടെ പോയിരുന്നു. ഇനിയും കുട്ടികളുണ്ട് കേട്ടോ. അവരൊന്നും വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. കുറച്ച് കഴിഞ്ഞാലേ വരുള്ളൂ എന്ന് പറഞ്ഞ്. അപ്പോൾ ഒരു അന്തം വിടലിരിക്കുകയാണ് കേട്ടോ. ടാറ്റാ. ഗായ്സ് അവളിനെ കൊണ്ടാക്കിയിട്ട് ഇതപ്പോൾ വന്നേ ഉള്ളൂ കേട്ടോ. കാക്കുന്ന ലീവാണ്. എന്താ പറയുക, ഭയങ്കര സങ്കടം. കാരണം 1 മാസം അവൾ കൂടെ ഉണ്ടായിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ടും തല്ലുകൂടിയിട്ടും എൻ്റെ ചീത്ത കേട്ടിട്ടൊക്കെ ഇരുന്നിട്ട് പെട്ടെന്ന് അവൾ തന്നെ പോകാൻ പറഞ്ഞു കേട്ടോ. ഒന്ന് കരയാണ്ട് ആദ്യമായിട്ട് എൻ്റെ കുട്ടി അങ്കലവാടി പോയിട്ട് പാവം.
എനിക്ക് ഭയങ്കര സങ്കടം. എന്താ പറയുക, അത് എല്ലാ അമ്മമാർക്കും മനസ്സിലാവും. നമുക്ക് ഒരു ഇനിയിപ്പോൾ വീട്ടിൽ കയറി കഴിഞ്ഞാൽ ശബ്ദമില്ല, ഒരു ഇതില്ല, അങ്ങനെ ഇനി വിളിച്ച് വരുന്ന വരെ ഒരു ടെൻഷനാണ്. രാവിലത്തെ പണിയൊക്കെ അല്ലെങ്കിൽ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു നമ്മൾ മറക്കും. പക്ഷെ ഇപ്പോൾ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ടാണ് അവളെ കൊണ്ടാക്കിയത്. സങ്കടം. അങ്ങനത്തെ 3 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇക്കുള്ളതുകൊണ്ട് തന്നെ വിളിക്കാനും ഇക്കാൻ്റെ കൂടെ പോവുകയാണ്. അങ്ങനെ ഇത് അങ്കലവാടി എത്തി. കുഞ്ഞാറ്റ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ടാവും കേട്ടോ. 3 മണി അല്ലെങ്കിൽ 2:45 ഞാൻ നടന്നു പോകണമെങ്കിൽ 2:45 എത്തും. ഇക്കുള്ളതുകൊണ്ട് 3 മണിയായി കേട്ടോ. എന്നെ കണ്ടത് ഓടി വരികയാണ് കേട്ടോ. അവിടെ തന്നെ ഉമ്മറത്തന്നെ നിൽക്കണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞാറ്റ ഇതെൻ്റെ ഫ്രണ്ടാണെന്നൊക്കെ പറയുക കേട്ടോ. അങ്ങനെ ടീച്ചറിൻ്റെ ബായൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങി. നാളെ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി നാളെ എന്താ അവസ്ഥ എന്ന് നാളെ തന്നെ പറയാൻ പറ്റുള്ളൂ കേട്ടോ. എങ്ങനെയുണ്ട് അങ്കലവാടി? സൂപ്പറായിട്ടുണ്ടോ? അങ്കലവാടി പോയിട്ട് എന്തൊക്കെയാണ് പഠിച്ചെന്ന്? കുട്ടികളുണ്ട് ഫ്രണ്ട്സായിട്ട്? 10 കുട്ടികളുണ്ടോ? ഫ്രണ്ട്സിൻ്റെ പേരെന്താ? കുഞ്ഞുവാവയോ? കുഞ്ഞു കുട്ടികളോ? ആണോ? എന്നിട്ടോ? ടീച്ചർ ആനവനെ തല്ലി. അവന് കളിക്കാണ്ട് അവന് സ്കെയിൽ എടുത്തിട്ട് ടീച്ചർ അങ്ങ് തല്ലി. ആണോ? നാളെ പോവാ അങ്കലവാടിയില്. ഓക്കെ, ഇഷ്ടത്തിന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം ബൈ.